യൂറോപ്പിൽ ഉള്ളൊരു സമീപനമാണ്, ഒരു കൾച്ചറാണെന്ത്, ഒരു നൈറ്റ് ലൈഫ് സംസ്കാരം. രാത്രി 10 മണിയോടുകൂടി എല്ലാവരും വീട്ടിലേക്ക് ഒതുങ്ങുക എന്നുള്ളതാണ് നമ്മളൊരു സംസ്കാരം. എന്നാൽ യൂറോപ്പിലുള്ള സംസ്കാരം രാത്രി 10 മണിക്ക് ശേഷം എല്ലാവരും പുറത്തിറങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് നേരം വെളുക്കുന്നത് വരെ അങ്ങാടികളിലൂടെ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ സ്വഭാവത്തിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുവരാൻ ഇന്ന് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി, നഗരസഭയുടെ ഒത്താശയോടുകൂടി, പഞ്ചായത്തുകളുടെ ഒത്താശയോടുകൂടി നൈറ്റ് ലൈഫുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും ടർഫുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റുള്ള അങ്ങാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെയാണ് സംഭവിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ടർഫുകൾ നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് വ്യായാമത്തിന് ഇടങ്ങളില്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ടർഫുകളും കളികളും വിനോദങ്ങളും ഒക്കെ 10 മണിക്ക് മുമ്പ് അവസാനിക്കുന്ന രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. അതല്ലാതെ എല്ലാവരും വീട്ടിൽ അടങ്ങിയ ശേഷം ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം സ്ഥലങ്ങളിൽ സ്ഥിരമായി ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൊതുകു വളരുന്ന അഴുക്കുചാല് പോലെ ലഹരിയിലേക്ക് പോകാൻ, വ്യഭിചാരത്തിലേക്ക് പോകാൻ, തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോകാൻ, ഗുണ്ടായുസത്തിലേക്ക് പോകാൻ ഉള്ള ഒരു താവളമാകുന്നു ഈ അർദ്ധരാത്രികളിലുള്ള ഒരുമിച്ച് കൂടലുകൾ. കാരണം അവിടെ എന്താ, ഒരേ പ്രായക്കാരാണ്, അവരെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവില്ല. അവിടെയാണ് ലഹരി റാക്കറ്റുകൾ വലവിരിച്ച് നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം.